മുജാഹിദ് ബാലുശ്ശേരിയുടെ അഞ്ചൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ടി.കെ. അഷ്റഫ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ഹാരിസ് ഇബ്നു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം, ഇബാദത്താവാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം? പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ്, അല്ലെങ്കിൽ കല്ലിനോടായതാണ്, മരത്തോടായതാണ് ശിർക്ക്, പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല. അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഖാദിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, അപ്പോൾ സുബൈർ മങ്കട പറയുന്നത്, മരിച്ചുപോയ മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ച് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന ഹാദിറായ ഒരു ജിന്നിനോട് ഒരു കാര്യം ചോദിച്ചാലും രണ്ടിന്റെയും ഹുക്മ് അത് ഷിർക്കുൻ അക്ബറാണ്. ഇത് രണ്ടും ചെയ്ത ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് സുബൈർ മങ്കട പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ജീവിച്ചിരുന്ന മുഹ്ദിൻ ഷെയ്ഖ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ ശിർക്ക് വരുന്നില്ല. എന്നാൽ അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി അദ്ദേഹം ഗായിബായി കഴിഞ്ഞു. ജിന്നുകളാകട്ടെ അവരുടെ അസ്ലിൽ തന്നെ ഗായിബുകളാണ്. അതുകൊണ്ട് ഗായിബായ മുഹ്ദിൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ജിന്നുകളോട് ചോദിക്കുന്നതും. രണ്ടു കൂട്ടരും ഗായിബുകളാണ്. അദ്ദേഹത്തിന്റെ ആ വാദം പരിശോധിക്കുന്നതിന് മുമ്പ് ആമുഖമായി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടാനുള്ളത്, മദ്യപിക്കൽ ശിർക്കല്ല ഹറാമാണ് എന്ന് പറഞ്ഞാൽ, കണ്ടോ ഇവർ മദ്യപിക്കാമെന്ന് പറയുന്നവരാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് നാട്ടിൽ കാണാം. ആ ഒരു മനസ്സോടുകൂടി ഈ സംസാരത്തെ നിങ്ങൾ കേൾക്കരുത്. മറിച്ചൊരു വിഷയം പറയുമ്പോൾ അതിന്റെ ഹുക്മ് പറയുന്നത് ആ വിഷയത്തിൽ നീതി പുലർത്താൻ വേണ്ടിയാണ്. ഇതുപോലെ ഖവാരിജുകളായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ആദ്യം പുറത്തുപോയ കക്ഷികളാണ്. അവർ വാദിച്ചത് സൂറത്തുൽ മാഇദയിലെ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവർ കാഫിറാണ് എന്ന് ആയത്തോതിക്കൊണ്ട് സ്വഹാബികളെ അടക്കം അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞു. വൻ പാപങ്ങൾ ചെയ്യുന്നവർ, അഥവാ കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, ഇങ്ങനെ ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവർ നരകത്തിൽ നിത്യവാസികളാണ് എന്നവർ വാദിച്ചു. ആ സമയത്ത് അവർക്ക് ഖണ്ഡനം പറഞ്ഞത് ഷിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ പറയുന്ന കുഫറുൻ ദൂന കുഫർ ലാ യുഖ്രിജു സാഹിബഹു അനിൽ മില്ല, ഇത് ചെറിയ കുഫറാണ്, ഒരിക്കലും ഇതിലൂടെ ഒരാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഹാബികൾ ആരും തന്നെ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു, നിങ്ങൾ എന്താണ് കുഫറിനെ ലളിതവൽക്കരിക്കുന്നത്? നിങ്ങളപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് വിധിക്കേണ്ടതില്ല, അതിന് ഓപ്പോസിറ്റ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് വാദിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ കരുതുകയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചില്ല. മറിച്ച് മുഴുവൻ സഹാബികളും അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അക്കാലഘട്ടത്തിലും പിന്നീട് വന്നവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ പണ്ഡിതന്മാരും അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റാൻഡാണ് കൃത്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ ഒരു തിന്മയെ ലളിതവൽക്കരിക്കുകയല്ല, ലഘൂകരിക്കുകയല്ല, മറിച്ച് ശിർക്കുൻ അക്ബറായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തൊരു കാര്യം അങ്ങനെയാണെന്ന് വാദിച്ച് അത് ചെയ്യുന്ന ആളുകൾ വലിയ ശിർക്കാണ്, കുഫറാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു കാര്യമാണ്. അതില്ലാതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്.
സ്വഹീഹായ ചില ഹദീസിൽ കാണാം, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ ഉലമാക്കൾ അത് വേർതിരിക്കുന്നുണ്ട്. എപ്പോഴാണ് അത് വലിയ ശിർക്കാകുന്നത്, എപ്പോഴാണ് അത് ചെറിയ ശിർക്കാകുന്നത്? അപ്പോൾ ഒരാൾ ഉമ്മയാണേ സത്യം അല്ലെങ്കിൽ ഉപ്പയാണേ സത്യം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ശിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ചെറിയ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉമ്മയെ വിളിച്ച് സത്യം ചെയ്തോളൂ, ഉപ്പയുടെ പേരിൽ സത്യം ചെയ്തോളൂ എന്നാണോ? നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുകയേയില്ല. മറിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ ശിർക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ, അയാൾ കാഫിറായി തീരുന്നുണ്ടോ ഇല്ലേ എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് വലിയ ശിർക്കിനെ സംബന്ധിച്ചും ശിർക്കിലേക്കുള്ള വസീലയെക്കുറിച്ചുമൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ് ഒരാൾ വലിയ ശിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്, എപ്പോൾ അയാൾ പുറത്തു പോകുന്നില്ല എന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അത് അനുവദനീയമാണ്, ജായിസാണ്, അങ്ങനെ ആയിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയല്ല. ഇത് ആമുഖമായി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കണ്ടോ അവർ അത് വലിയ ശിർക്കല്ല എന്ന് പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അത്തരമൊരു തെറ്റിദ്ധാരണയിൽ മാന്യ ശ്രോതാക്കൾ ഉൾപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് ആമുഖമായി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സുബൈർ മൻകടയുടെ വാക്കുകളിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം പറയുന്നത് മരിച്ചുപോയ മൊഹിദ്ദീൻ ഷെയ്ഖിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ പോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന ജിന്നുകളും, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ്. സത്യത്തിൽ സാമാന്യ ബുദ്ധി പോലും അദ്ദേഹം ഈ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ പ്രമാണം പോകട്ടെ സാമാന്യ ബുദ്ധിക്കെതിരിൽ വരെ സംസാരിക്കും. അദ്ദേഹം ആ രൂപത്തിലായിപ്പോയോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടത്. അപ്പോൾ പ്രാമാണികമായി തന്നെ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതോടൊപ്പം തന്നെ സാമാന്യ ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മരിച്ചുപോയ ആളുകളും ജീവിച്ചിരിക്കുന്ന ജിന്നുകളുടെയും വിഷയം ഒരേപോലെയല്ല. ഉദാഹരണത്തിന് മരിച്ചുപോയ മൊഹിദ്ദീൻ ഷെയ്ഖ് നമ്മുടെ അടുക്കൽ ഹാജറാകും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, ശിർക്കുൻ അക്ബറാണ്, സംശയമില്ല. എന്നാൽ ജിന്നുകൾ നമ്മളുടെ അടുക്കൽ ഹാജറാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണോ? ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന പോലും, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ ജിന്നുകൾ ഞങ്ങളുടെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്നും നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. അപ്പോൾ ഗായിബിന്റെ ളിദ്ദാണ്, വിപരീത പദമാണ് ഹാജറാവുക. അപ്പോൾ ജിന്നുകൾ മനുഷ്യരുടെ അടുക്കൽ ഹാജറാകുന്ന അവസ്ഥകൾ ഉണ്ടാകും, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ജിന്നുകൾക്ക് എന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരുന്നില്ല. എന്നാൽ മൊഹിദ്ദീൻ ഷെയ്ഖോ ബദരീങ്ങളോ മമ്പർത്തങ്ങളോ മരിച്ചതിന് ശേഷവും നമ്മുടെ അടുക്കൽ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലോ ഇത് ശിർക്കുൻ അക്ബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അവിടെ അള്ളാഹു ഉപയോഗിച്ച പദം ഫലമ്മ ഹദറൂഹു ഖാലൂ അൻസിതു, ആ ജിന്നുകൾ നബിയുടെ അടുക്കൽ ഹാദിറായപ്പോൾ എന്നാണ്. അത് ഗായിബിന്റെ ഓപ്പോസിറ്റാണ്, ഹാദിറാവുക. അങ്ങനെ ജിന്നുകൾ ഹാദിറാവും. അങ്ങനെ ഹാദിറാകുമ്പോൾ അവർക്ക് നാം പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണം അടക്കം നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഹാദിറായ ജിന്നുകൾ കേൾക്കും, അവരെ നമ്മൾ കാണുന്നില്ലെങ്കിലും എന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരുന്നില്ല. എന്നാൽ മൊഹിദ്ദീൻ ഷെയ്ഖോ ബദരീങ്ങളോ അവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ രൂപത്തിൽ തന്നെ നമ്മളുടെ അടുക്കൽ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് അവർ നമ്മൾ പറയുന്നതും ഓതുന്നതും കേൾക്കുന്നു വിശ്വസിച്ചാലോ അത് ശിർക്കാണ്. അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കും മനസ്സിലാവാത്തത് എന്ന് വലിയ അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ജിന്ന് നമ്മെ കാണുമെന്ന് ഖുർആനിലുണ്ട്, ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത രൂപത്തിൽ ജിന്നും അവന്റെ ആളുകളും നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ജിന്നുകൾ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ കാണുന്നുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരുന്നില്ല. എന്നാൽ മൊഹിദ്ദീൻ ഷെയ്ഖും ബദരീങ്ങളും നമ്മളെ കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്ക് വരും. ജിന്ന് വസ്വാസ് ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരുന്നില്ല. മൊഹിദ്ദീൻ ഷെയ്ഖ് മരണത്തിന് ശേഷവും മനുഷ്യരുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചാലോ അവിടെ ശിർക്ക് വരുന്നുണ്ട്. ജിന്ന് ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരുന്നില്ല. മൊഹിദ്ദീൻ ഷെയ്ഖോ മരിച്ചുപോയവരുടെ ആത്മാക്കളോ മനുഷ്യനെ ബാധിക്കുമെന്ന് വിശ്വസിച്ചാലോ അവിടെ ശിർക്ക് വരുന്നുണ്ട്. ജിന്ന് വേഷം മാറി വരുമെന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് കടന്നു വരുന്നില്ല. എന്നാൽ മരിച്ചുപോയ ആളുകൾ വേഷം മാറി നമ്മുടെ അടുക്കൽ വരുന്നുണ്ടെന്ന് വിശ്വസിച്ചാലോ അവിടെ ശിർക്ക് കടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടി ജിന്നുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ ബ്ലോക്ക് ചെയ്യുകയും പ്രവാചകന് ചില ദുആകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട്.
അങ്ങനെ വിശ്വസിക്കുന്നിടത്ത് ശിർക്ക് കടന്നു വരുന്നില്ല. എന്നാൽ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ അല്ലെങ്കിൽ മരിച്ചുപോയവർ വന്ന് ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവരെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അവിടെ ശിർക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ മരിച്ചുപോയ ആളുകളുടെ വിഷയത്തിലുള്ളതുപോലെയല്ല ജിന്നിന്റെ വിഷയം എന്നുള്ളത് നമുക്ക് നൂറുകണക്കിന് ഹദീസുകളിലൂടെയും ഖുർആനിക വചനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകളുടെ ഗൈബത്ത് അല്ലെങ്കിൽ അവരുടെ ഗൈബൂബത്ത് പോലെയല്ല, അവരുടെ അദൃശ്യത പോലെയല്ല ജീവിച്ചിരിക്കുന്ന ജിന്നുകളുടെ അദൃശ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലക്കുകളുടെ അദൃശ്യത എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് സുബൈർ മങ്കട അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വ്യത്യാസം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കിടയിൽ ചർച്ചയിലുള്ള കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഹദീസാണല്ലോ യാ ഇബാദുല്ലാഹി അഈനുനി. ഇവിടെ ഈ ഇബാദുള്ള എന്ന് പറഞ്ഞ ആളുകൾ ആരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ടല്ലോ. അവിടെ സൗദി അറേബ്യയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ സാലിഹ് ആലു ശൈഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് ബൽ ഇന്നഹു സരീഹുൻ അന്ന മൻ യുഖാതിബുഹു ളാല്ലു ത്വരീഖി ഹുൽ മലായിക വഹും യസ്മഊന മുഖാതിബതഹു ലഹും വയഖ്ദിറൂന അല ഇജാബതി ബിഇذن റബ്ബിഹിം ലിഅന്നഹും അഹ്യാഉൻ മുംകിനൂന മിൻ ദലാലത്തി ദ്ദാൽ. അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസിൽ വന്നിട്ടുള്ള ഇബാദുള്ള എന്നത് ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ വഴി തെറ്റിയവർ അവിടെ ആ വിളിക്കുന്നത് മലക്കുകളെയാണ്. ഇവർ വിളിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. അവർക്കതിന് ഉത്തരം നൽകാൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സാധിക്കുകയും ചെയ്യും. കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവിടെ ഹാദിറുള്ളവരാണ്. അപ്പോൾ ശൈഖ് സാലിഹ് ആലു ശൈഖ് ഹഫിളഹുല്ലാ വളരെ വലിയ പണ്ഡിതനാണ്. ഒരുപാട് കിതാബുകൾക്ക്, അഖീദയുടെ കിതാബുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ശറഹുകളൊക്കെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത്രയും അഖീദയിൽ അവഗാഹം നേടിയ ആ പണ്ഡിതന് മരിച്ചുപോയ ആളുകളും ജീവിച്ചിരിക്കുന്ന ജിന്നുകളും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോവുകയും അത് സുബൈർ മങ്കടക്കും അതേപോലെയുള്ള കുറച്ച് ആളുകൾക്കും മാത്രം മനസ്സിലായി എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ട്. ഇനി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മറ്റൊരു പണ്ഡിതനാണല്ലോ അല്ലാമ അശ്ശുക്രി അൽ ആലൂസി റഹിമഹുല്ലാ. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത് ഫഇന്നമാ യുഫീദുൽ ഹദീസ് ഹുവ നിദാഉ ഹാദിരിൻ കനിദാഇ സൈദിൻ അംറ. ഈ ഹദീസിൽ നിന്ന് ഏറിയാൽ ലഭിക്കുന്നത് ഹാദിറായ ഒരാളെ വിളിക്കലാണ്, സൈദ് അംറിനെ വിളിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഈ ഇബാദുള്ള എന്നത് ലിഅന്നഹും ഇമ്മാ മുസ്ലിമുൽ ജിന്നി ഔ മലായികത്തുൻ മുവക്കലുൻ, ഒന്നുകിൽ മുസ്ലിം ജിന്നുകളോ മുവക്കലുകളായ മലക്കുകളോ ആണ്. ഇത് ഖബറിൽ വിളിക്കുന്ന, ഖബറിലുള്ള ആളുകളെ വിളിക്കുന്നതുമായി ഇതിന് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ വിളിക്കുന്നത് പോലെയല്ല ഹാദിറായ ഒരു ജിന്നിനെയോ മലക്കിനെയോ വിളിക്കുന്നത്. അത് രണ്ടും വ്യത്യാസമുണ്ട് എന്ന് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇല്ല എങ്കിൽ ഈ സുബൈർ മങ്കട അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് ഖുബൂരികളുടെ ഇസ്തിദ്ലാല് സ്വഹീഹാണ് എന്ന് പറയേണ്ടി വരും. കാരണം മരിച്ചുപോയ ആളുകളെ വിളിക്കുന്നതിന് തുല്യമാണ് ജിന്നുകളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ജിന്നുകളെ വിളിക്കുന്നത് അത് തുല്യമാണ് മരിച്ചുപോയവരെ വിളിക്കുന്നത് എന്നാണെങ്കിൽ, ഇതേപോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാരോ മറ്റോ അല്ലെങ്കിൽ സ്വഹാബികളോ മറ്റോ അവരുടെ മുന്നിൽ ഹാദിറായ ഒരു ജിന്നിനോടോ മലക്കിനോടോ വല്ലതും പറഞ്ഞതൊക്കെ ഇവർക്ക് തെളിവാക്കാൻ സാധിക്കും. സുബൈർ മങ്കടിയുടെ വാദമാണ് ശരിയെങ്കിൽ അപ്പോൾ ഖുബൂരികളായ ആളുകൾ അവർ പറയുന്നതാണ് ശരിയെന്ന് വരും. അവർക്ക് ഖണ്ഡനം എഴുതിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കാണ് പിഴവ് പറ്റിയത് എന്ന് അംഗീകരിക്കേണ്ടി വരും. മാത്രമല്ല അത് പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ ഖുബൂരികളുടെ അതേ അഖീദയാണ്, ആ വിഷയത്തിൽ അവർ ഖുബൂരികളുടെ നിലവാരത്തിലാണ് എന്നും പറയേണ്ടി വരും. നിങ്ങൾ നോക്കൂ, അത്രയും അപകടകരമായ കാര്യമാണ് സുബൈർ മങ്കടയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാപണ്ഡിതന്മാർക്കൊന്നും ഇത് തിരിഞ്ഞിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഇനി സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി വിഖ്യാതനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് ഹൗലാഇ ലൈസൂ ബിഗായിബീൻ. സുബൈർ മങ്കട പറഞ്ഞതുപോലെയല്ല പറഞ്ഞത്, ഇവർ ഗായിബുകളല്ല. വഅദമു റുഅയതിഹിം ലാ യസ്തൽസിമു ഗൈബതുഹും, അവരെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടൊക്കെ അതൊക്കെ ഗൈബാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം അവർ ഹാദിറാവുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഖുർആൻ സാക്ഷിയാണ്, ഹദീസുകൾ സാക്ഷിയാണ്. അത് തന്നെയാണ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മരിച്ചുപോയ ആളുകളെ കുറിച്ച് എങ്ങനെയാണോ കരുതേണ്ടത് അങ്ങനെ തന്നെയാണ് മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും എപ്പോഴും കരുതേണ്ടത് എന്ന ഒരു വാദം പണ്ഡിത ലോകത്തിനില്ല. അപ്പോൾ ഇവർക്കാർക്കും ഈ വ്യത്യാസം തിരിഞ്ഞില്ല, സുബൈർ മങ്കടക്കാണ് തിരിഞ്ഞത് എന്നാണോ?
സിയാനത്തുൽ ഇൻസാനിൽ അൽ അല്ലാമ മുഹമ്മദ് ബഷീർ അസ്സഹ്വാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ഈ ഹദീസ് ദുർബലമാണെങ്കിൽ പോലും വഅലാ തഖദീരി സുബൂതിഹി ഫലൈസ ഫീഹി ഇല്ലാ നിദാഉൽ അഹ്യാ, ഇതിൽ ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്നതേ വരുന്നുള്ളൂ, മരിച്ചവരെ വിളിക്കുന്നത് ഇതിൽ വരുന്നില്ല. വഖലബു മിൻഹും മിമ്മാ യഖ്ദിറു ഹൗലാഇൽ അഹ്യാഇ അലൈഹി, ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്ന ഒരു കാര്യം ചോദിക്കുന്ന വിഷയമേ അതിലുള്ളൂ. അതിൽ പ്രാർത്ഥനാഭാവം കടന്നു വരുന്നില്ല, ആരാധനാഭാവം കടന്നു വരുന്നില്ല. ആരാധനയും പ്രാർത്ഥനയുമാകുന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്തുള്ളവരാണെങ്കിലും നമ്മൾ വിളിച്ചാൽ കേൾക്കും, ഉത്തരം നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ വിളിക്കുക. ഇവിടങ്ങളിലൊക്കെയാണ് പ്രാർത്ഥന കടന്നു വരുന്നത്. എന്നാൽ തന്റെ അടുക്കൽ ഹാദിറാണെന്ന് ഏതെങ്കിലും നിലക്ക് ബോധ്യപ്പെട്ട ഒരു ജിന്നിനോടോ അല്ലെങ്കിൽ ഒരു മലക്കിനോടോ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നതിലൂടെ ഒരാൾ പ്രാർത്ഥനയുടെ ഒരവസ്ഥയിലേക്കോ ആരാധനയുടെ അവസ്ഥയിലേക്കോ എത്തുന്നില്ല എന്ന വളരെ അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ അഖീദയുടെ തൗഹീദിന്റെ പാഠമാണ് ഉലമാക്കൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു ഉദ്ധരണി കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അഖീദ തിരിയില്ല, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളും മരിച്ച മൊഹീദീൻ ശൈഖും ബദരീങ്ങളും ജീവിച്ചിരിക്കുന്ന ജിന്നുകളും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത അഖീദ തിരിയാത്ത പണ്ഡിതനാണെന്ന് വിവരദോഷികളല്ലാതെ ജാഹിലുകളല്ലാതെ പറയുകയില്ല. കാരണം അത്രമാത്രം അഖീദയിൽ അവഗാഹം നേടിയ പണ്ഡിതനാണ് അദ്ദേഹം. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ്? മഹല്ലു നവറിൻ ഫീ സിഹ്ഹതിഹി, ഈ ഹദീസിന്റെ സിഹ്ഹത്ത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ വഖദ് യകൂനു മിനൽ മലായികതി വമിൻ മുഅ്മിനിൽ ജിന്നി, ഈ വിളി മലക്കുകളെയോ മുഅ്മിനുകളായ ജിന്നുകളെയോ ആവാം. വഹഉലായി ഹാദിറൂൻ, അവർ ഹാദിറുകളാണ് എന്നാ പറഞ്ഞത്, ഗായിബാണ് എന്നല്ല. അപ്പൊ സുബൈർ മൻകടയുടെ അസ്ല് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തിരിഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. ഒന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി, വലൈസ ദുആഅൻ ലിഗായിബിൻ, ഇതിൽ ഗായിബിനെ വിളിക്കലില്ല, ഹാദിറിനെ വിളിക്കലാണ്. അതുകൊണ്ട് ജിന്നുകളും മലക്കുകളുമൊക്കെ ഹാദിറാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളെ ഒരിക്കലും തന്നെ മരിച്ചുപോയ ആളുകളിലേക്ക് തുലനപ്പെടുത്തി പറയാൻ പാടില്ല. അതുകൊണ്ട് ജിന്നിന്റെ വിഷയത്തിലോ മലക്കുകളുടെ വിഷയത്തിലോ പൂർവികരായ പണ്ഡിതന്മാരിൽ നിന്നോ സലഫുകളിൽ നിന്നോ അല്ലെങ്കിൽ ഹദീസിൽ തന്നെയോ അസറുകളിൽ തന്നെയോ അങ്ങനെ വല്ല സംഭവവും കണ്ടാൽ തന്നെ അത് മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനോ ഇനി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് തന്നെ അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കാനോ ഇതിൽ തെളിവില്ല എന്ന് ഖുറാഫികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ഡിതന്മാർ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവർ കൃത്യമായ അസ്ല് വിശദീകരിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാനുള്ളത്, ജിന്നുകളെ ഒരു നിലത്തിന് വിളിച്ച് ഒരു സഹായവും ചോദിക്കാൻ പാടില്ല. അത് പ്രാർത്ഥനയാകുന്ന സഹായവും പാടില്ല, പ്രാർത്ഥന അല്ലാത്ത സഹായവും പാടില്ല. നബിയോ സഹാബികളോ ഈ ഉമ്മത്തിലെ സലഫുകളോ ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ വഴി അടക്കപ്പെട്ട വഴിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ മുന്നിൽ ഹാദിറായ ഒരു ജിന്നിനോടോ മലക്കിനോടോ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ ചോദിക്കുമ്പോഴേക്ക് പ്രാർത്ഥനയില്ലാതെ തന്നെ ആരാധനയില്ലാതെ തന്നെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന അഖീദയുടെ ഉസൂലുകൾക്ക് എതിരാണ്, ഉലമാക്കൾ പഠിപ്പിച്ച ഉസൂലുകൾക്ക് എതിരാണ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത് വിശദീകരിക്കാനുള്ള കാരണം പോലും എന്താണ്? ജനങ്ങളെ നിങ്ങൾ ജിന്നിനെ വിളിച്ചോളൂ മലക്കിനെ വിളിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് ഖുറാഫികളായ ആളുകൾ, ഖുബൂരികളായ ആളുകൾ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇതേപോലെയുള്ള കാര്യങ്ങളെ തെളിവാക്കുന്നതിന് അടിസ്ഥാനമില്ല. കാരണം അവർ ചെയ്യുന്നത് വ്യക്തമായും ഗായിബുകളെ അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ വിളിക്കലാകുമ്പോൾ അവർ തെളിവായി പിടിക്കുന്നതാകട്ടെ ഗായിബുകളെ വിളിച്ചതല്ല, ഹാദിറിനെ വിളിക്കലാണ്. അവർ ചോദിച്ച സഹായമാകട്ടെ റബ്ബിന് മാത്രം കഴിയുന്നതല്ല, സൃഷ്ടികൾക്ക് കഴിയുന്നതാണ്. ഇത് രണ്ടിനെയും തുലനപ്പെടുത്തി നിങ്ങൾ ശിർക്കിലേക്ക് പോവല്ലേ എന്ന് പറയാനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇത് പറയുന്നത് എന്ന് കൂടി ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയല്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോകാത്ത കുഫറാണെന്ന് പറഞ്ഞത് ആ കാര്യം ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് അകാരണമായി ഒരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിക്കാനോ ഇസ്ലാമെന്ന് പുറത്തുപോയ ആളാണെന്ന് വിശ്വസിക്കാനോ പാടില്ല. അതും ഗൗരവമുള്ള കാര്യം തന്നെയാണ്, അതും ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനും ഈ പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ തൗഹീദ് തിരിയാതെ ശിർക്കുൻ അക്ബർ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പ്രവർത്തിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ തന്നെ അത് ഹൃദയം കൊണ്ടുള്ള ഏറ്റവും വലിയ അമല് വിശ്വാസമാണ്. അപ്പോൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ശിർക്കല്ല എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയോ ആരാധനയോ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് അഖീദയിൽ പിഴവ് പറ്റലാണ് എന്ന്.
എങ്കിൽ ഞാനിവിടെ ഉദ്ധരിച്ച പണ്ഡിതന്മാർ, അതിനു പുറമെ എത്രയോ നൂറുകണക്കിന് പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഹൃദയം കൊണ്ടെങ്കിലും ശിർക്ക് അംഗീകരിച്ച് ഗ്രന്ഥമെഴുതിയവരാണ്, തൗഹീദ് വിശദീകരിച്ചവരാണ്, ജീവിച്ചു മരിച്ചുപോയവരാണ് എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇവർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും ഓരോന്നിനും അതിൻ്റെതായ ഹുക്മ് നൽകുന്നത് അത് വൈജ്ഞാനികമായൊരു സത്യസന്ധതയാണ്. അല്ലാതെ ആ ഹുക്മിന് മറികടന്നുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരിക്കലും അതിൽ നിന്ന് വരുന്നില്ല എന്നുകൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകളെ ജാഗ്രതയോടുകൂടി മുസ്ലിം ഉമ്മത്ത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന വിസ്റ്റം വിഭാഗത്തിൻ്റെ പണ്ഡിത സഭാംഗം പറയുന്നത്, മരിച്ചവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നത് പോലെ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ കരിഞ്ചന്ത നടത്തിയ ഒരു വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയിലെ അംഗമാണ് ഈ സിറാജുൽ ഇസ്ലാം. അപ്പോൾ ഇത് പറഞ്ഞില്ല എങ്കിൽ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. പിന്നെ അവരുടെ സ്ഥാനം കറിവേപ്പിലയായി മാറും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിനെതിരെ വരുന്ന അമ്പുകളെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ സിറാജുൽ ഇസ്ലാമിനെ പോലെയുള്ളവരെ അതിലേക്കാണ്ട് ഉന്തി വിടുകയാണ്. ഇതിന് മറുപടി പറയണമെന്ന് സകലമാന ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും സമസ്തയെപ്പോലെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു ബ്രോക്കറാണ് ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല. പറയാനുള്ളത് അദ്ദേഹം പറയും. ഇദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2012 പിളർപ്പിന് മുന്നേ തന്നെ, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ 2007 മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ വെച്ച് നടന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത്, അതായത് ഈ വളവന്നൂർ മണ്ഡലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ ബുക്ക് ചെയ്ത ആളായിരുന്നു ഈ സിറാജുൽ ഇസ്ലാമിനെ. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് വാങ്ങി പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അനുമതി പ്രകാരം ഒരു ഡേറ്റ് വാങ്ങിയതായിരുന്നു. അങ്ങനെ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം വിസ്റ്റം വിഭാഗത്തിലെ ഈ പണ്ഡിത സഭാംഗമായ സിറാജുൽ ഇസ്ലാം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ വന്ന് പ്രസംഗിക്കൂല. ഞാൻ ദീന് പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വരാം, ദീന് പറയാൻ വേണ്ടിയിട്ട് വരാം. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടോ അതല്ലെങ്കിൽ അതിലെ പോഷക ഘടകങ്ങളുടെ ഘടകങ്ങളുടെ പ്രതിനിധിയായി വന്നിട്ടോ ഞാൻ അവിടെ പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദീന് വേണമെങ്കിൽ വന്നിട്ട് പറയാം, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിലൊരു അലട്ടലുണ്ടാക്കി. കാരണം കേരള നദുവത്തുൽ മുജാഹിദീന് എന്ന് പറയുന്നത് ദീനല്ലാതെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ സമൂഹത്തോട് പറയുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിൻ്റെ തനിതായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലുള്ളത് മുജാഹിദ് പ്രസ്ഥാനം. ഈ മുജാഹിദ് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പ്രതിനിധിയായിട്ട് വരൂല, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെന്നൊരു തോന്നല്. അങ്ങനെ ഞാൻ ആദ്യം ഹിദായ മൾട്ടിമീഡിയയിലെ അന്ന് കൈകാര്യം ചെയ്തിരുന്ന നജുമുദ്ദീനുമായി ബന്ധപ്പെട്ടു. മുജാഹിദ് ബാലുശ്ശേരിയുടെ അഞ്ചൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുകയും ഈ നജുമുദ്ദീൻ നേരിട്ട്
അന്ന് ISMൻ്റെ പ്രസിഡൻ്റായിരുന്ന TK അഷ്റഫുമായി ബന്ധപ്പെട്ടു. TK അഷ്റഫിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ TK അഷ്റഫ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, സിറാജുൽ ഇസ്ലാമിനെ പരിപാടിക്ക് വിളിക്കണ്ട, സിറാജുൽ ഇസ്ലാമിനെ പരിപാടിക്ക് വിളിക്കണ്ട, ഇനി അവൻ്റെ കേരളത്തിൽ നമ്മുടെ നാടുകളിലുള്ള എല്ലാ പരിപാടികളും ക്യാൻസലാക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളവിടെ വേറൊരാളെ ഏൽപ്പിക്കണം ഇദ്ദേഹത്തിന് പകരമായിട്ട്. അങ്ങനെ ഞാൻ നജുമുദ്ദീനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സിറാജുൽ ഇസ്ലാമിനെ പരിപാടിക്ക് വിളിക്കണ്ടെന്ന് TK അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യണത്, നാളെയാണല്ലോ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നജുമുദ്ദീൻ അപ്പോൾ അവിടെ ഒരു കൂലിയും പണിയും കാര്യം ഒന്നും ഇല്ലാതെ ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഫൈസൽ മുസ്ലിയാരെ കൊണ്ട് പറഞ്ഞു, നാളെ നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കണം, അവിടെ സിറാജുൽ ഇസ്ലാമിൻ്റെ ഒരു പരിപാടി ക്യാൻസലാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഇത് വളവന്നൂരിലെ ചെറവന്നൂർ അത്താണിക്കൽ എന്ന പ്രദേശത്തട്ടോ, അത്താണിക്കൽ എന്ന പ്രദേശത്ത് അങ്ങനെ ഫൈസൽ മുസ്ലിയാർ വന്ന് പ്രസംഗിച്ചു. എന്നിട്ട് രണ്ടത്താണിയിലെ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വെച്ചുകൊണ്ട് TK അഷ്റഫിനെ നേരിൽ കണ്ടു ഞാൻ. അങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സിറാജുൽ ഇസ്ലാം, ഇതിനിടയിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നോട് പറഞ്ഞു, നിങ്ങളാണ് ഇത് നേതൃത്വത്തെ അറിയിച്ചതല്ലേ, അത് വേണ്ടിയില്ലായിരുന്നു എന്ന് സിറാജുൽ ഇസ്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സിറാജുൽ ഇസ്ലാം ഷാർജയിലെ ഖോർഫുഖാനിലേക്ക് പോകുന്നതിന് മുമ്പാണ്. അതിന് തടസ്സം വരുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അവിടുത്തെ പല പ്രവർത്തകരും എന്നോട് ചോദിച്ചു, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തു. പക്ഷേ സിറാജുൽ ഇസ്ലാമിൻ്റെ ആ പോക്ക് ക്യാൻസലാക്കാൻ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാരും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ TK അഷ്റഫിനോട് ഞാൻ പറഞ്ഞു, എന്തെന്നറിയോ, സിറാജുൽ ഇസ്ലാം പറഞ്ഞു, ISMൻ്റെ ആളുകളായിരിക്കാം നിങ്ങളുടെ ആ പരിപാടി നടത്തണ്ട, സിറാജുൽ ഇസ്ലാമിൻ്റെ പരിപാടി നടത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളോട് എന്ന് സിറാജ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം തന്നെ TK അഷ്റഫിനോട് പറഞ്ഞു, അവനോട് പറ, TK അഷ്റഫ് പറഞ്ഞതാണ് സിറാജുൽ ഇസ്ലാമിനെ വിളിക്കണ്ടെന്ന്. മനസ്സിലായില്ല? അന്ന് ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇത് പിളരുന്നതിൻ്റെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങളോട് വിഘടിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളോട്, അതായത് ഈ ജിന്ന് സിഹർ വിഷയങ്ങളാകട്ടെ ഏത് വിഷയങ്ങളാകട്ടെ മുജാഹിദ് പ്രസ്ഥാനമെടുത്ത നിലപാടുകളോട് വിഘടിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. അതിനെതിരെ അവൻക്കെതിരെ പ്രവർത്തിച്ചവരാണ് ഈ TK അഷ്റഫും അതുപോലുള്ള ആളുകളൊക്കെയും, ഈ ഫൈസൽ മുസ്ലിയാരടക്കം. പക്ഷേ 2012 മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയും ഈ പ്രസ്ഥാനത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറയുന്നവരുണ്ടോ അതോ അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തൗഹീദി പ്രസ്ഥാനത്തെ എതിർക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കാൻ ഈ സിറാജുൽ ഇസ്ലാം എന്നുണ്ട്. ആ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത് ഈ പറഞ്ഞ TK അഷ്റഫാണ്, അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയതാണിവർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിങ്ങൾ കേൾക്കുന്നത് മരിച്ചവരോട് സഹായം ചോദിക്കുന്നതും ജിന്നിനോട് സഹായം ചോദിക്കുന്നതും ഒരുപോലെയല്ല, അത് വിവരക്കേടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ജിന്നുകൾ കാണും, ജിന്നുകൾ കേൾക്കും, അവർ ദുർബോധനം ചെയ്യും, സാഹിര്യങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചതാണ്.
ഇത് വിശ്വസിക്കൽ തൗഹീദിന്റെ ഭാഗമാണ് എന്നു കരുതി ഏതെങ്കിലും ജിന്നുകൾ സഹായിക്കുമെന്ന ഉദ്ദേശത്തോടെ ജിന്നുകളെ സമീപിക്കുന്നത് കുഫ്റാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. മനസ്സിലായില്ല? ജിന്നുകൾ സഹായിക്കും എന്നുള്ള നിലക്ക് ജിന്നുകളെ സമീപിക്കുന്നത് കുഫ്റാണ്. അപ്പോ ഈ ജിന്നുകളുടെ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് ജിന്നുകൾ കാണും, കേൾക്കും, ദുർബോധനം നടത്തും, വസ്വാസുണ്ടാക്കും, സാഹിരീങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറും. അത് സാഹിരീങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചല്ല കേട്ടോ. ആ പിശാചുക്കൾ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യാണ്. അവരെ എന്തിനു വേണ്ടിയിട്ടാണോ റബ്ബ് സൃഷ്ടിച്ചത് ആ ഡ്യൂട്ടി അവർ ചെയ്യാണ്. മനസ്സിലായില്ല? ഇത് അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചു. ഇത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇനി മരണപ്പെട്ടവർ അവരെ കേൾപ്പിക്കാൻ കൊണ്ട് സാധ്യമല്ല. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്. അത് വിശ്വസിക്കലും നിർബന്ധമാണ്. ഇവിടെ സിറാജുൽ ഇസ്ലാം പറഞ്ഞ ഒരു സംഭവം ഈ വോയിസിലുണ്ട്. വിസ്റ്റങ്കാരെ മുജാഹിദുകളോട് ചോദിക്കാറുണ്ട്, സുലൈമാൻ നബിക്ക് ശിർക്കായ ഒരു കാര്യം അനുവദിച്ചു കൊടുത്തോ എന്ന്. ജിന്നുകളെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ശിർക്കായ ഒരു കാര്യം സുലൈമാൻ നബിക്ക് ശിർക്കാകാതിരിക്കൽ എങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. ഈ വോയിസിൽ സിറാജുൽ ഇസ്ലാം പറഞ്ഞത്, മരണപ്പെട്ടവർ എൻ്റെ മുന്നിൽ ഹാദിറായി എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുൻ പ്രവാചകന്മാരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തല്ലോ, ഹാലിറാക്കി കാണിച്ചു കൊടുത്തല്ലോ. മുജാഹിദുകൾ വിശ്വസിക്കുന്നത് അത് മുഅ്ജിസത്താണ് എന്നാണ്. സുലൈമാൻ നബിയുടെ സംഭവവും മുഅ്ജിസത്താണ് എന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാകാത്തതുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ തെറ്റിദ്ധാരണ പടർത്തി വെടക്കാക്കിക്കൊണ്ട് തനിക്കാക്കുക എന്ന ആ പോളിസിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിസ്റ്റംകാരുടെ ഒരു തട്ടിപ്പായിരുന്നു അത്. ഇപ്പോൾ സിറാജുൽ ഇസ്ലാം ഇവിടെ വ്യക്തമായി പറഞ്ഞു, മരണപ്പെട്ട ഒരാൾ എൻ്റെ മുന്നിൽ ഹാദിറാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇസ്രാ മിഅ്റാജ് സംഭവത്തിനിടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് റസൂലുള്ളാഹി സംസാരിച്ചു, പ്രവാചകൻക്ക് മുന്നിൽ ഹാദിറാക്കി കാണിച്ചു കൊടുത്തു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രവാചകന്റെ മുഅ്ജിസത്താണ് എന്ന്. അത് നേരെ മറിച്ച് നമ്മൾക്ക് മുന്നിലാണ് എന്ന് ഹാജരാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഞങ്ങൾക്കാകുമ്പോൾ അങ്ങനെയാകാമെന്നും മുജാഹിദുകൾ അത് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പാണ് എന്നും വാദിക്കുന്നവരുടെ ഒരു ശ്രദ്ധയിലേക്ക് മാത്രമാണ് ഞാൻ ഇതിട്ട് തന്നത്. അപ്പോൾ സഹോദരന്മാരെ, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പിന്നെ അവിടെ പറഞ്ഞത്, മരിച്ചവരെ പോലെയല്ല ജിന്നുകൾ എന്നാണ്. അത് എല്ലാവർക്കും അറിയാം. മരിച്ചവരെ പോലെയല്ല ജിന്നുകൾ. മരിച്ച ജിന്നുകൾ കേൾക്കും, കാണും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. മരിച്ചവർ കേൾക്കുകയില്ല, കാണുകയില്ല ഒക്കെ. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കൂല, നമ്മളെ സംസാരിക്കുന്നത് കാണാനും കഴിയൂല. ഇതൊക്കെ ശരിയാണ്. പക്ഷേ സഹായം ചോദിക്കുന്ന വിഷയത്തിലുണ്ടല്ലോ, മരിച്ചവരും ജീവനുള്ള ജിന്നുകളും മലക്കുകളും ഒരുപോലെയാണ്. ആരാണ് പറഞ്ഞത്? സുബൈർ മങ്കട മാത്രമാണോ പറഞ്ഞത്? ഇപ്പോൾ സുബൈർ മങ്കട മാത്രമാണോ പറഞ്ഞത്? അല്ല. 1980 കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് എന്താ എഴുതി വെച്ചതെന്നറിയോ? മരിച്ചവരോടും ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കുന്നത് ബഹുദൈവ വിശ്വാസികളാണെന്നാ. മരിച്ചവരോടും ജിന്നുകളോടും മലക്കിനോടും സഹായം ചോദിക്കുന്നത് ബഹുദൈവ വിശ്വാസികളാണെന്നാ.
ഇങ്ങോട്ട് നിർത്തിയില്ല. അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ പാടില്ല, അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല. മനസ്സിലായോ? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് 1980 പുറത്തിറക്കിയ ഇസ്ലാമിക ഫത്വകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, ഇത് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ വിവരക്കേടാണ് എന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുമോ? ഇല്ല. കാരണം എന്താണ്? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് അവരുടെ പണ്ഡിത സഭാംഗങ്ങൾ, ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അടങ്ങുന്ന പണ്ഡിത സഭയുടെ പ്രസിഡൻ്റാണ്. മനസ്സിലായില്ല? അപ്പോൾ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് വ്യക്തമായി എഴുതി, മരിച്ചവരോടും ജിന്നുകളോടും മലക്കുകളോടും സഹായാർത്ഥന നടത്തുന്നത് ബഹുദൈവ വിശ്വാസികളുടെ സ്വഭാവമാണെന്ന്. ഈ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് എഴുതിയ ഈ കൂട്ടത്തിൽ ജീവനുള്ള മനുഷ്യരെ പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൽ ജീവനുള്ള മനുഷ്യരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല. ജീവനുള്ള മനുഷ്യരോട് പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത സഹായ ചോദ്യങ്ങളുണ്ട്, സഹായാർത്ഥനകളുണ്ട്. അതായത് ശിർക്കാകാത്ത സഹായാർത്ഥനകൾ ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവിടെ ജീവനുള്ള മനുഷ്യരെ ഉൾപ്പെടുത്താതിരുന്നത്. എന്നാൽ ജിന്നുകളോടും മലക്കുകളോടോ മരിച്ചവരോടും പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത ഒരു സഹായാർത്ഥനയില്ല. ഇതിനർത്ഥം ജിന്നുകൾ നമ്മെ കാണുകയില്ല എന്നല്ല, ജിന്നുകൾ നമ്മെ കേൾക്കുകയില്ല എന്നല്ല, ജിന്നുകൾ ഉപദ്രവിക്കുകയില്ല എന്നല്ല, പിശാചുക്കൾ സാഹിര്യങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറുകയില്ല എന്നല്ല. അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എവിടെയും പഠിപ്പിച്ചില്ല. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാകാത്ത ഒരു സഹായ ചോദ്യത്തിന് പരിശുദ്ധ ഖുർആനിൽ തെളിവേ ഇല്ല. എന്നാൽ ഷിർക്കാകുന്നതിനോ ഒരുപാട് തെളിവുണ്ട്. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്, മക്കാ മുശ്രിക്കുകൾ താഴ്വരയിലെ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് അവരുടെ നേതാവിനോട് അഭയം ചോദിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ പറയാണ്, അത് ഷിർക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ ചെയ്ത ആ പ്രവൃത്തി ഷിർക്കാണ് എന്നാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഷിർക്കായത്? അത് പ്രാർത്ഥനയായതുകൊണ്ട്. പ്രാർത്ഥനയാകാത്ത ഒരു സഹായ ചോദ്യമുണ്ടോ? ഇല്ല. ജിന്നുകളോട് പ്രാർത്ഥനയാകാത്ത ഒരു സഹായ ചോദ്യമില്ല. അവിടെ ജിന്നുകളായതുകൊണ്ടാണ് അത് പ്രാർത്ഥനയായത്. മനസ്സിലായില്ല? അവിടെ ജിന്നുകളായതുകൊണ്ടാണ് അത് പ്രാർത്ഥനയായത്. നേരെ മറിച്ച് വാദിയിലെ താഴ്വരയിലെ കുറച്ച് ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന്, മനുഷ്യന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് അവരുടെ നേതാവിനോട് രക്ഷ ചോദിക്കുകയാണ് എങ്കിൽ അത് ഷിർക്കാവുകയില്ല. മനുഷ്യന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് അവരുടെ നേതാവിനോട് രക്ഷ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷിർക്കല്ല. ജിന്നുകളായതുകൊണ്ടാണ് അവിടെ ഷിർക്കായത്. മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലെ ഒരു തെളിവാണത്. ജിന്നുകളോട് പ്രാർത്ഥനയാകാത്ത ഒരു സഹായ ചോദ്യമില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ ഇസ്തിആനത്തിൻ്റെ പരിധിയിൽ വരാത്ത ഒരു സഹായ ചോദ്യം ജിന്നുകളോടില്ല. ജിന്നുകളെക്കുറിച്ചുള്ള അറിവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി നിലച്ചുപോയി. ഇനി ജിന്നുകളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയില്ല. ഇന്ന ആളുടെ മേലിൽ ഇന്ന ജിന്നുണ്ട്, ജിന്നിൻ്റെ രൂപം ഇങ്ങനെയാണ്, ജിന്നിൻ്റെ കഴിവ് ഈ രൂപത്തിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജിന്നുകളെക്കുറിച്ചുള്ള അറിവുള്ളൂ. ആ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി അവസാനിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ടിട്ടുണ്ട്. മരിച്ചവരങ്ങനെ കേൾക്കുക. ഇദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ് സഹോദരൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്.
എന്നാൽ ഈ അള്ളാഹു സുബ്ഹാനഹു തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകാത്തതുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഒരു അരവരി ആയത്ത് ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഇദ്ദേഹം ഓതിയിട്ടില്ല. ഇദ്ദേഹം ഏതൊക്കെയോ പാളക്കിതാബുകൾ വായിച്ചുകൊണ്ട് മുജാഹിദ് മനസ്സുകളിലേക്ക് ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു പുസ്തകം കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഒരു പുസ്തകത്തിലെ ചില വരികൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം എഴുതുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും അഹ്ലു സുന്നയിലെ പണ്ഡിതരായ സ്വഹാബികളുടെ പിന്തുടർച്ചക്കാരും അമ്പിയാക്കളിൽ നിന്നും മറ്റും മരണപ്പെട്ടവരോടും അമ്പിയാക്കളിൽ നിന്നും സ്വഹാബാക്കളിൽ നിന്നും അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നും മരണപ്പെട്ടവരോടും മലക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്നും മറ്റും മറഞ്ഞവരോടും, മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ, മലക്കുകളിൽ നിന്നും ജിന്നുകളിൽ നിന്നും മറഞ്ഞവരോടും സഹായം ചോദിക്കുന്നത് ഷിർക്കുൽ അക്ബറാണ്. എന്താ പറഞ്ഞത് ജബ്ബാർ മൗലവി? മരണപ്പെട്ട അമ്പിയാക്കളോടും അതുപോലെ മഹാത്മാക്കളോടും അദൃശ്യരായ ജിന്ന്, മലക്ക് എന്നിവയോടും സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കുൽ അക്ബറാണെന്ന്. ആരാ എഴുതിയത്? ജബ്ബാർ മൗലവി. എന്നിട്ട് അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, എന്തെന്നറിയോ? സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും കല്ലിനോടും മരത്തോടും ബിംബത്തോടും സഹായാർത്ഥന നടത്തുന്നതും ഷിർക്കുൽ അക്ബറിൽപ്പെട്ടതാണ്. ഈ ഗണത്തിലാണ് ജിന്ന്, ജീവനുള്ള ജിന്നിനെയും മലക്കിനെയും എണ്ണിയത് ജബ്ബാർ മൗലവി. തീർന്നില്ല. ഇനി ഷെയ്ഖ് ബിൻ ബാസ് അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറയുന്നത്, മരണപ്പെട്ടവരോടും ഇത് തന്നെ, ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവർക്കൊക്കെ വിവരമില്ല എന്ന് ഈ വിസ്റ്റം മിഞ്ഞാന്ന് രൂപീകരിച്ച ഈ വട്ടുപൊട്ടിയ ഒരു കമ്പനിയായ ഈ വിസ്റ്റം വിഭാഗത്തിന്റെ പണ്ഡിത സഭാംഗം പറയോ? ഇദ്ദേഹത്തിന്റെ വിവരക്കേടാണ്. ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഈ പറയുന്നത് വിവരക്കേടാണ്, അതുകൊണ്ടാണ് ഈ വിദ്വാൻ വീഡിയോ ഇറക്കാതിരുന്നത്. ഇദ്ദേഹം വീഡിയോ ഇറക്കാതെ വെറും ഓഡിയോ ഇറക്കിക്കൊണ്ട് അദ്ദേഹം മറുപടി പറയുന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം പറയുന്നത് അതാണ്. ഇദ്ദേഹം പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്കറിയുമോ? മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാം, പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കുടിക്കാമെന്ന്, അത് രോഗശമനത്തിന് നല്ലതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ട് ഇദ്ദേഹം അത് തിരുത്തി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം എവിടെയാണ് തിരുത്തിയത്? അദ്ദേഹം പറഞ്ഞു ചില അബദ്ധങ്ങൾ സംഭവിച്ചു ആ പ്രസംഗത്തിൽ നിന്ന്. ഇദ്ദേഹം അതിൽ പറഞ്ഞോ, ഞാൻ പറഞ്ഞത് മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞതും അതുപോലെ പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞതും അത് രോഗശമനത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് ഖുറാഫാത്താണ്, അതുകൊണ്ട് ഞാൻ അത് തിരുത്തുന്നു, അത് എന്നിൽ പറ്റിയ അബദ്ധമാണ് എന്ന് ഇദ്ദേഹം എഴുതിയില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് വരും കാലങ്ങളിൽ വിസ്റ്റത്തിന്റെ പ്രബോധന വീതികളിൽ ഉയരേണ്ടതാണ് എന്ന്. അന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇദ്ദേഹത്തിന് മറുപടി പറയണം, ഞാൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ പ്രസംഗത്തിൽ കുറച്ച് അബദ്ധങ്ങൾ സംഭവിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാനുള്ള ഒരു തിരുത്തലായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്ന കിതാബുകളിൽ നിന്നും ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ നാം തിരിച്ചറിയുക. ആര് എന്ത് എവിടെ പറഞ്ഞാലും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കാകാത്ത ഒന്നില്ല, എല്ലാം ശിർക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കാൻ കൊടുക്കുന്ന ആ ഹദീസുകൾ നോക്കാൻ യാ ഇബാദല്ലാ. ചങ്ങാതിമാരെ, ഈ ഹദീസുകൾ എത്ര 2 മാസം ഇരുന്ന് കാണും നിങ്ങൾ ചർച്ച നടത്തിയിട്ട് ഈ ചർച്ച കേട്ട ഒരാൾ നിങ്ങളോട് ചോദിക്കാണ് ആ ഹദീസ് സ്വഹീഹാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക ചങ്ങാതിമാരെ?
അത് സ്വഹീഹ് ഒന്നുമല്ല, ലഈഫാണ്. അത്തയ്യാത്തിൽ ഒളു പോയ മാതിരിയായില്ലേ. ഈ ഹദീസ് ദുർബലാണ്, ഈ ഹദീസ് തെളിവിന് പറ്റൂല, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങളുടെ ജീവവായുവാണ് ഈ ഹദീസും കള്ളക്ലിപ്പുകളും. പക്ഷെ മുസ്ലിം ലോകത്തിന് അത് സ്വീകാര്യമല്ല. മുസ്ലിം ലോകത്തിന് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല, ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല, ഈ ഹദീസ് വാറോലയാണ് എന്നാണ് ഉസൈദ് അർഫി പറഞ്ഞത്. ഈ ഹദീസ് ദുർബലമാണ്, കൊള്ളരുതാത്തവനാണ്, മുജാഹിദുകൾ അവിടെ നിർത്തും. അതാ പറഞ്ഞത്, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂലെന്ന്. വീണ്ടും വീണ്ടും നിങ്ങളുടെ ആത്മീയ ആചാര്യനായ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് യാ ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസ് തന്നെയാണ് ബെയ്സ് എന്ന്. അത് തന്നെയാണ് നിങ്ങളുടെ നിദാനം, നിങ്ങളുടെ അടിത്തറ. പക്ഷെ ആ ഹദീസ് ദഈഫാണ്. മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വഹീഹായ ഹദീസ് വേണം, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വേണം. അത് സ്വഹാബാക്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതിൻ്റെ അടിസ്ഥാനത്തിലെ മുസ്ലിങ്ങൾ ഒരു കാര്യം ചെയ്യുകയുള്ളൂ. ദീനിൽ മരണപ്പെട്ടവരോടുള്ള സഹായതേട്ടം ശിർക്കാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബാക്കളും താബിയങ്ങളും തബഉ താബിയങ്ങളും എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങുക. മനസ്സിലായ? ഇവിടെ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരാകട്ടെ, ജബ്ബാർ മദീനിയാകട്ടെ, ഷെയ്ഖ് ബിൻ ബാസ് ആകട്ടെ, എല്ലാവരും എഴുതിയത് ജീവനുള്ള മലക്കുകളെയും ജിന്നുകളെയും സഹായ തേട്ടത്തിൻ്റെ വിഷയത്തിൽ ജീവനുള്ള മലക്കുകളും ജിന്നുകളും മരണപ്പെട്ട മനുഷ്യരും ഒരു സമമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ജിന്ന് പിശാചുക്കൾക്ക് വേണ്ടി വാദിക്കുന്നത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി വാദിക്കുന്നവരാകണം. യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടവരാകണം. എത്ര കിതാബ് വായിക്കും? നിങ്ങൾ എന്തിനാ കിതാബുകൾ വായിക്കുന്നത്? ഖുറാഫാത്തുകൾ പ്രൊമോട്ട് ചെയ്യുവാനാണ്. ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള വല്ല തെളിവും അന്വേഷിച്ചു കൊണ്ടാണ് നിങ്ങൾ കിതാബ് വായിക്കുന്നത്. നിങ്ങൾ കിതാബ് വായിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര കിതാബ് വായിച്ചാലും ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് മതി നിങ്ങളുടെ ആ കിതാബുകളൊക്കെ തകർക്കാൻ. സമസ്തക്കാർ എത്ര കിതാബുകളാണ് വായിക്കുന്നത്? അവർ വായിക്കാത്ത അറബി കിതാബുകൾ ഉണ്ടാകൂല. എന്തിനു വേണ്ടിയിട്ട്? മരണപ്പെട്ടവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് തെളിവ് നോക്കിയിട്ട് അവർ വായിക്കുന്നത്. അതുപോലെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും. ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ അഖീദയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഖീദയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന ആ വിശ്വാസം നിങ്ങൾക്കുണ്ട്. മരണപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബറിങ്ങൾ പോയി സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് സമസ്തയെക്കാളും വഴിപിഴച്ച മാർഗത്തിലേക്കാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ മുജാഹിദ് മക്കളെ നിങ്ങൾ ജിന്ന് ആലയത്തിൽ കെട്ടുമായിരുന്നു. അതിനൊരു പരിധിവരെ തടസ്സം നിന്നത് മുജാഹിദുകളാണ്. ഇൻഷാ അള്ളാഹ് ഈ തൗഹീദുമായി നിങ്ങളുടെ കോട്ടകളിൽ വന്നുകൊണ്ട് ഞങ്ങൾ പറയും, നിങ്ങൾ എത്ര വളർന്നാലും എത്ര സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്കുണ്ടായാലും, മനസ്സിലായില്ലേ, അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഖീദയിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ അവസാനമായി നിങ്ങൾ പുറത്തിറക്കിയ PN ഒപ്പിട്ട വിസ്തത്തിൻ്റെ നിലപാടായി പുറത്തിറക്കിയതുണ്ടല്ലോ, അതുപോലും പ്രമാണങ്ങൾക്കെതിരാണ് എന്ന് മൈക്ക് കെട്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ വെല്ലുവിളി നടത്തി. നിങ്ങൾക്ക് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ആ കത്ത് വിസ്റ്റംകാർ കണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പുറത്തു വിട്ടപ്പോഴാണ്. നിങ്ങളുടെ പണ്ഡിതന്മാർ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സത്യം മനസ്സിലാക്കുവാനും ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.